ഇനി ഇൻഷാ അല്ലാ എന്താണ് ബസ്മല? ബസ്മല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പ്രസ്താവനയെയാണ് ബസ്മല എന്ന് പറയുന്നത്. അർത്ഥം എന്താണ്? കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അപ്പോൾ നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം ഔദു ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ബസ്മല ചൊല്ലും അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തജ്വീദിൻ്റെതൊക്കെ വരുന്നത്. ആദ്യം ഓതുന്നതിൻ്റെ മുന്നേ ഉള്ള നിയമങ്ങളൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ ഇൻഷാ അല്ലാ. ഇനി നമ്മൾ നോക്കുന്നത് ഒരു സൂറത്തിൻ്റെ ഇടയിൽ നിന്നും പാരായണം ആരംഭിക്കുമ്പോഴുള്ള ഇസ്തിയാദയുടെയും ബസ്മലയുടെ നിയമങ്ങൾ. ഒരു സൂറത്തിൻ്റെ ഇടയിൽ നിന്നാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് അൽ ബഖറ നമ്മളൊരു 5-6 പേജ് ഓതി നിർത്തി വെച്ചു, പിന്നെ വേറെ ജോലികളിലൊക്കെ മുഴുകി, എന്നിട്ട് രണ്ടാമത് അവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സൂറത്തിൻ്റെ മിഡിൽ നിന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇസ്തിയാദയും ബസ്മലയും ചൊല്ലുന്നതിനെ പറ്റിയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം നോക്കാം ഇസ്തിയാദ എന്താ ചെയ്യുക? നടുന്ന് ഓതാണെങ്കിൽ നിർബന്ധം, ഓക്കെ, വാജിബാണെന്നുള്ളത് നിർബന്ധമാണ് ഇസ്തിയാദ. ഓക്കെ, കാരണം ഖുർആനിൽ വന്നിട്ടുള്ള കൽപ്പനയാണല്ലോ, ഇദാ ഖറഅ്തൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തിയാദ, അപ്പോൾ അത് വെച്ചിട്ട് ഇസ്തിയാദ നിർബന്ധമാണെന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബസ്മല. ഓക്കെ, ബസ്മല ഉച്ചരിക്കണോ വേണ്ടേ എന്നുള്ളത് പാരായണം ചെയ്യുന്നയാൾക്ക് തീരുമാനിക്കാം. എന്നിരുന്നാലും ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ആ ആയത്തിൽ അവിശ്വാസികൾ, കപടവിശ്വാസികൾ, ശൈത്താൻ, നരകം തുടങ്ങിയ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ടെങ്കിൽ ബസ്മല പറയാതിരിക്കുന്നതാണ് ഉത്തമം. ഉദാഹരണത്തിന് താഴെ കാണുന്ന ആയത്തുകളിൽ വഖാലുത്തഖദല്ലാഹു വലദ, അവർ അപ്പോൾ ഇത് എന്താണ്? അവിശ്വാസികൾ പറയുന്നതാണ് അള്ളാഹുവിന് സന്താനമുണ്ടോ, നഊദു ബില്ലാഹ്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ബസ്മല ചൊല്ലണ്ട, വെറും ഇസ്തിയാദ മാത്രം ചൊല്ലിയാൽ മതി. ബസ്മല ഇവിടെ ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം അവിശ്വാസികൾ, കപടവിശ്വാസികൾ, ശൈത്താൻ, നരകം അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണെങ്കിൽ ബസ്മല ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണെന്നൊക്കെ പറയുന്നത് ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖറ വയഅ്മുറുകും ബിൽ ഫഹ്ശാ. അപ്പോൾ ഇവിടെ ആരാണ് ആരെ പറ്റിയിട്ട് പരാമർശം? ശൈത്താനെ പറ്റിയിട്ട്. അപ്പോൾ ഇവിടെയും ബസ്മല ചൊല്ലേണ്ട ആവശ്യമില്ല, വെറും ഇസ്തിയാദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം മാത്രം ചൊല്ലിയാൽ മതി. ഓക്കെ, കാരണം ഇവർക്ക് ഇവിടെ അർ റഹ്മാൻ അർ റഹീം എന്നുള്ള പരാമർശം ഇവിടെ ഇതാക്കേണ്ട ആവശ്യമില്ല, ചൊല്ലേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ആയത്ത് അള്ളാഹു എന്ന വാക്കുകൊണ്ട് തുടങ്ങുകയോ അതിൽ അള്ളാഹുവിനെ കുറിച്ച് സൂചിപ്പിക്കുകയോ സത്യവിശ്വാസികൾ, അവരുടെ ഗുണങ്ങൾ, സ്വർഗം തുടങ്ങിയവ പരാമർശിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ബസ്മല പറയുന്നതാണ് ഉത്തമം. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ അള്ളാഹുവിനെ കുറിച്ചിട്ട് വഹുവല്ലദീ അഹ്യാക്കും സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും. ഓക്കെ, അപ്പോൾ ഇത് അള്ളാഹുവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബസ്മല ചൊല്ലാം. ഓക്കെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ കുറിച്ചിട്ട് ഇവിടെ പരാമർശിക്കാം. ഓക്കെ, അള്ളാഹുവിനെ കുറിച്ച്, സത്യവിശ്വാസികൾ, അവരുടെ ഗുണങ്ങൾ, സ്വർഗം അങ്ങനെയുള്ള ടോപ്പിക്കൊക്കെ ആണെങ്കിൽ ബസ്മല ചൊല്ലുന്നതായിരിക്കും ഉത്തമം. ഇനി വേറൊരു ടോപ്പിക്കാണ് ഒരു സൂറത്ത് ആരംഭിക്കുമ്പോൾ. ഓക്കെ, നമ്മളിപ്പോൾ പാരായണം തുടങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ ഒരു സൂറത്തിലാണ് ഒരു സൂറത്തിൻ്റെ തുടക്കം മുതൽ പാരായണം തുടങ്ങുകയാണ്. അപ്പോൾ ഇസ്തിയാദയും ബസ്മലയും പാരായണം ചെയ്യേണ്ട വിവിധ രീതികൾ. ഓക്കെ, 4 രീതിയുണ്ട്. 4 രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പാരായണം ചെയ്യാം.
ഒരു സൂറത്ത് ഓതാൻ തുടക്കത്തിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? ഒന്നാമത്തത് എന്താണ്? ഖതഉൽ ജമീഅ് എന്താണ്? ഓരോന്നിനും ഇടയിൽ നിർത്തൽ. അപ്പോൾ എങ്ങനെയാണ്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നിട്ട് നിർത്തി നമ്മൾ ശ്വാസം വിട്ടു, പുതിയ ശ്വാസം എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിട്ട് നമ്മൾ വഖഫ് ചെയ്തു, നിർത്തി, എന്നിട്ട് പുതിയ ശ്വാസം എടുത്തിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഓക്കെ ഓക്കെ ഓരോന്നിനും ഇടയിൽ നിർത്തൽ, എന്നിട്ട് പുതിയ ശ്വാസം എടുത്തിട്ട് അടുത്തത് തുടങ്ങൽ. ഖതഉൽ ജമീഅ്. ഓക്കെ, ഇവിടെ അഊദു ചൊല്ലി നിർത്തി, സ്റ്റോപ്പ് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു, ബിസ്മി ചൊല്ലി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു, എന്നിട്ട് പിന്നെ സൂറത്ത് തുടങ്ങി, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഓക്കെ, അതൊരു രീതി. രണ്ടാമത്തെ രീതി എന്താണ്? ഇസ്തിയാദ കഴിഞ്ഞ് നിർത്തുകയും ബസ്മലയും സൂറത്തും ചേർത്തോതുകയും ചെയ്യുക. ഓക്കെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്ത് ബസ്മലയും സൂറത്തിൻ്റെ തുടക്കവും ചേർത്തോതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഇത് രണ്ടും ചേർത്തോതി. ഓക്കെ, ഇസ്തിയാദനെ സെപ്പറേറ്റ് ആക്കി ഇത് രണ്ടിനെയും വസൽ ചെയ്ത് ജോയിൻ ചെയ്ത്. ഓക്കെ, അതും അലൗഡാണ്. പിന്നെ വേറെ രീതി എന്താണ്? 4 രീതി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അടുത്ത രീതി എന്താണ്? അഊദും ബിസ്മിയും ജോയിൻ ചെയ്യൽ, എന്നിട്ട് സൂറത്തിൻ്റെ തുടക്കം സെപ്പറേറ്റ് ആയിട്ട് ഓതൽ. ഇസ്തിയാദയും ബസ്മലയും ചേർത്ത് ഓതിയതിന് ശേഷം നിർത്തുകയും എന്നിട്ട് സൂറത്ത് ഓതുകയും ചെയ്യുക. അപ്പോൾ എങ്ങനെയായിരിക്കും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് പുതിയ ശ്വാസം എടുത്തിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഓക്കെ, അതും ഒരു രീതി. നാലാമത്തെ രീതി ഏതാണ്? ഇസ്തിയാദയും ബസ്മലയും സൂറത്തും ചേർത്തോതുക. വസ്ലുൽ ജമീഅ് 3ഉം ചേർത്തോതുക. ആദ്യം എന്താണ്? മൂന്നും ഖത്അ ചെയ്തിട്ട് 3ൻ്റെ ഇടയിൽ നിർത്തിയിട്ട് ഇവിടെ 3ഉം ചേർത്തോതുക, പ്ലസ് 3ഉം ജോയിൻ ചെയ്തിട്ട് ഓതൽ ഇവിടെ ലാസ്റ്റ്. ഓക്കെ, എങ്ങനെയായിരിക്കും? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഓക്കെ, അങ്ങനെ 3ഉം ചേർത്തോതില്ല. അങ്ങനെ ഈ 4 രീതിയും 4 ഏത് രീതിയും നമുക്ക് സ്വീകരിക്കാം. 4ഉം അലൗഡ് രീതികളുണ്ട്. ഓക്കെ, ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് പാരായണത്തിൻ്റെ തുടക്കത്തിൽ എങ്ങനെ ഇസ്തിയാദയും ബസ്മലയും ചൊല്ലുക എന്നുള്ളത്. ഇതിപ്പോൾ നമ്മൾ പാരായണം ചെയ്ത് വരാണ്, എന്നിട്ട് ഒരു സൂറത്ത് കഴിഞ്ഞു, എന്നിട്ട് അടുത്ത സൂറത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെയാണ് ബസ്മല ചൊല്ലേണ്ടത് എന്നുള്ളത്. 2 സൂറത്തുകളുടെ ഇടയിൽ ബസ്മല പാരായണം ചെയ്യേണ്ട രീതികൾ. ഇത് അലൗഡ് ആയിട്ടുള്ള 3 രീതികളുണ്ട്. ഒന്ന് പാടില്ലാതെ ശ്രദ്ധിക്കാനുള്ളതൊന്നുണ്ട്, പാടില്ലാത്തത്. അലൗഡ് ആയിട്ടുള്ളത് 3 ഉണ്ട്. അനുവദനീയമായ 3 രീതിയുണ്ട്. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? പിന്നെ ഓരോന്നിനും ഇടയിൽ നിർത്തൽ, ഖതഉൽ ജമീഅ്. എങ്ങനെയായിരിക്കും? വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് പുതിയ ശ്വാസം എടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്റ്റോപ്പ് ചെയ്ത്, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഓക്കെ, അങ്ങനെ 3ൻ്റെ ഇടയിൽ സ്റ്റോപ്പ് ചെയ്യൽ, ഖത്അ ചെയ്യൽ, കട്ട് ചെയ്യൽ. ഓക്കെ, കട്ടിങ് ഇൻ ബിറ്റ്വീൻ ഓൾ 3. ഓക്കെ, ഖത്ഉൽ ജമീഅ് ഓരോന്നിനും ഇടയിൽ നിർത്തൽ. ഇനി എന്താണ് അടുത്ത രീതി? പിന്നെ ഒരു സൂറയുടെ അവസാനത്തെ ആയത്ത് കഴിഞ്ഞു നിർത്തുകയും ബസ്മലയും അടുത്ത സൂറത്തും ചേർത്തോതുകയും ചെയ്യുക. അങ്ങനെ വലം യകുൽ ലഹു കുഫുവൻ അഹദ് സ്റ്റോപ്പ് ചെയ്ത്, ആ സൂറത്ത് കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്ത്, ബിസ്മിയും അടുത്ത സൂറത്തിൻ്റെ തുടക്കവും ചേർത്തോതൽ. എങ്ങനെ? വലം യകുൽ ലഹു കുഫുവൻ അഹദ് കഴിഞ്ഞു, സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്.
ഓക്കെ, ഇത് രണ്ടും ജോയിൻ ചെയ്യൽ. ഓക്കെ, ഇനി മൂന്നാമത്തെ രീതി എന്താണ്? വസ്ലുൽ ജമീഅ, മൂന്നും ജോയിൻ ചെയ്യൽ. ഒരു സൂറയുടെ അവസാനത്തെ ആയത്തും ബസ്മലയും അടുത്ത സൂറത്തും ഒരുമിച്ച് ചേർത്ത് ഓതുക. ഓക്കെ, എങ്ങനെയായിരിക്കും? വലം യകുല്ലഹു കുഫുവൻ അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. മൂന്നും ചേർത്ത് ഓതൽ. ഓക്കെ, ഒറ്റ ശ്വാസത്തിൽ തന്നെ മൂന്നും ഓതൽ. ഈ 3 രീതികളും നമുക്ക് അലൗഡാണ്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം, വേണമെങ്കിൽ മാറി മാറി സ്വീകരിക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ശ്രദ്ധിക്കാനുള്ളത്, കോഷ്യസ് ആവാനുള്ളത്, ചെയ്യാൻ പാടില്ലാത്തത് എന്താണ്? ഒരു സൂറയുടെ അവസാനത്തെ ആയത്തും ബസ്മലയും ചേർത്ത് ഓതിയതിന് ശേഷം നിർത്തുകയും എന്നിട്ട് അടുത്ത സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഓതുകയും ചെയ്യുന്നത് അനുവദനീയമല്ല. കാരണം അങ്ങനെ ചെയ്താൽ ബസ്മല ആദ്യം പാരായണം ചെയ്ത സൂറയുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാവുന്നതാണ്. അപ്പോൾ പാടില്ലാത്തത് എന്താണ്? വലം യകുല്ലഹു കുഫുവൻ അഹദും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതുക. അങ്ങനെ പാടില്ല. ഓക്കെ, ലാസ്റ്റ് ആയത്തും ബിസ്മിയും ചേർത്ത് ഓതാൻ പാടില്ല. അങ്ങനെ ചേർത്ത് ഓതാണെങ്കിൽ അടുത്ത ആയത്തും അതേ ശ്വാസത്തിൽ തന്നെ മൂന്നും കൂടി ഒരുമിച്ച് ഓതണം. ഓക്കെ, പിന്നെ അപ്പോൾ അത് അനുവദനീയമല്ല. ഒരു സൂറയുടെ അവസാന ആയത്തും ബസ്മലയും ചേർത്ത് ഓതിയതിന് ശേഷം നിർത്തുകയും എന്നിട്ട് അടുത്ത സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഓതുകയും ചെയ്യുന്നത് അനുവദനീയമല്ല. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് 3 രീതി ചൊല്ലാൻ നമുക്ക് ഓപ്ഷൻസുള്ള 3 രീതികൾ ഇങ്ങനെയൊക്കെയാണ്.